പാഠപുസ്തകത്തിലെ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും വൈറലാകുന്നത്. അടുക്കള ജോലിക്ക് ആർക്കൊക്കെ ചെയ്യാമെന്നത്. അടുക്കള ജോലി സ്ത്രീകൾക്കുള്ളതാണെന്നുള്ള പതിവ് സങ്കല്പങ്ങൾ മാറ്റിമറിക്കുന്നതാണ് പുതിയ പാഠപുസ്തകങ്ങൾ. കുട്ടികളുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആദ്യം തന്നെ കുത്തിവെക്കുന്നത് അതാണ് പിന്നീട് അവർ പഠിക്കുന്നതും. ചുറ്റുപാടുകളിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. കുട്ടികളുടെ മനസ്സ് എന്നും നിയന്ത്രിക്കുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യവും പരിസരവും കേട്ടുവരുന്ന പദപ്രയോഗങ്ങളുമാണ്. അടുക്കള ജോലി അമ്മയ്ക്കും പുറം ജോലികളും ഓഫീസിൽ പോകുന്നതുമൊക്കെ അച്ഛന്റെ ജോലി എന്നാണ് നമ്മൾ പഠിച്ചു വളർന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒന്നില്ല. എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാനുള്ളതാണ്. ജോലി മാത്രമല്ല, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന ചിലതായിരുന്നു. ലിംഗനീതിയും സാമൂഹ്യനീതിയും ഒക്കെ ഉറപ്പാക്കുന്ന തരത്തിലുള്ളതാണ് പുതിയ പാഠപുസ്തകങ്ങൾ. 3ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച മലയാളം പാഠപുസ്തകത്തിലാണ് അമ്മയ്ക്കൊപ്പം അച്ഛനും മക്കളും അടുക്കള ജോലി ചെയ്യുന്ന ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കളയെന്നും ചിത്രം നോക്കി എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നതെന്നും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയാൻ കൂടി കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് പാഠപുസ്തകത്തിലെ 59ാം പേജിലെ ഉള്ളടക്കം. ചിത്രത്തിൽ അമ്മ പാചകത്തിൽ വ്യാപൃതയായിരിക്കുമ്പോൾ അച്ഛൻ തേങ്ങ ചിരവുന്നു. മകൾ മറ്റൊരു ജോലിയിലും വ്യാപൃതയാണ്. തൊഴിലും ഭാഷയും എന്ന പാഠഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പ്രാരംഭ പാഠമായ പീലിയുടെ ഗ്രാമം എന്ന ഭാഗത്തും ലിംഗനീതി ഉറപ്പുവരുത്തുന്നുണ്ട്. കുട്ടികൾ അവധിക്കാലത്ത് സഹപാഠിയായ പീലിയുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അച്ഛനാണ് കൃഷിയും ചെയ്യുന്നത്. ലിംഗസമത്വം ഉറപ്പുവരുത്തിയ ഈ പാഠഭാഗങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾപ്പെടെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അച്ഛൻ ജോലിക്ക് പോവും, അമ്മ ഭക്ഷണം പാകം ചെയ്യുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന രീതി മാറി യാഥാസ്ഥിതിക ജെൻഡർ മൂല്യങ്ങളിൽ നിന്ന് വേറിട്ട് ചിന്തിപ്പിക്കുന്നതാണ് ചിത്രമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം. 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, വായിച്ചു നോക്കിയാൽ മതി എന്നുള്ള അധ്യാപകരുടെ സ്ഥിരം പല്ലവി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് മാറ്റി കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാനപരമായ സെക്സ് എഡ്യൂക്കേഷൻ കൂടി കൊടുത്താൽ സ്ത്രീ എന്താണ്, അവർക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നം, ബോയ്സിനെ മാറ്റി നിർത്തി പെൺകുട്ടികൾക്ക് മാത്രം എന്തിനാ ഇങ്ങനൊരു ക്ലാസ് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ മാറിക്കിട്ടും. ആദ്യം വീടുകളിൽ നിന്നും പിന്നീട് സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം ലഭിക്കട്ടെ. വരുന്ന തലമുറ സംശയങ്ങളില്ലാതെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കട്ടെ. You are watching India's first NGO television, Malanadu TV India.